വാട്ട്സ് ഹാപ്പനിങ് യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ യമഹ YCF R15 വേർഷൻ 4 നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടി തന്നത് നമ്മുടെ കളമശ്ശേരിയിലെ ഇൻഡൽ യമഹ ഷോറൂമാണ്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ദം. ഓൾസോ ഫോർ എനി അതർ എൻക്വയറീസ് ആൻഡ് ബുക്കിംഗ് ഡു കോൺടാക്ട് ദം. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉണ്ടായിരുന്നതൊരു R15ൻ്റെ എമ്മും അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ വേരിയൻ്റ് ആയിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ R15 വേർഷൻ 4ൻ്റെ ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള മോൺസ്റ്റർ എനർജി എഡീഷനാണ്. വണ്ടി പറയാതിരിക്കാൻ വയ്യ, കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ പ്രീവിയസ് വേർഷൻ 3 ആയിട്ട് വെച്ച് നോക്കിയാൽ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു യമഹയുടെ ഒരു R7ൻ്റെ ഒരു വേരിയൻറ്റിനെയാണ് ഭയങ്കരമായിട്ടും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമുക്ക് എന്നാൽ തന്നെ ഈ വീഡിയോയിലും കുറച്ച് ആ ഒരു കാര്യങ്ങളും കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മേജറായിട്ട് ചേഞ്ച് വന്നേക്കുന്ന ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഭാഗത്താണ്. ഇപ്പോൾ വരുന്ന ഒരു ബൈ LED ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ വരുന്നത്. അതൊരു സെൻറ്ററിൽ നമ്മുടെ എയർ ഡക്റ്റിൻ്റെ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയില്ല. ഈ രണ്ട് സൈഡിലായിട്ട് ഡേ ടൈം റണ്ണിങ് ലൈറ്റും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മേജറായിട്ട് ഫ്രണ്ടിൽ വന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ടിൽ KYBയുടെ അപ്സൈഡ് ഡൗൺ ഫോക്സാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു മേജർ ചേഞ്ചാണ്. നേരത്തെ ഒരു വേർഷൻ 3 വന്നു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്സൈഡ് ഡൗൺ ഫോക്സ് വേർഷൻ 3 ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഇന്ത്യൻ വേർഷനിൽ അത് അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു വേർഷൻ 4 നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ സ്പെക്കിൽ തന്നെ അതേ സെയിം വേരിയൻ്റ് പോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ ഒരു ടയർ സൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 180/17 ബാക്കിൽ 140/70/17 ഇതിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. ABS സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഡിസ്കിൻ്റെ ഒരു സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 282 mm ബാക്കിൽ 220 mm ഒരു ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ വണ്ടി സൈഡ് പാനൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. നേരത്തെ ഒരു മോഡലിനെ വെച്ച് നോക്കിയാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഇവിടെ ഒരു പാനലൊക്കെ ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യത്തൊക്കെ ഒരു കവർ ചെയ്ത് ക്ലോസ്ഡ് ആക്കിയാണ് വെച്ചേക്കുന്നത്. ചെറിയൊരു ഓപ്പണിംഗ് മാത്രമേ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ടാങ്കിലോട്ട് നോക്കിക്കഴിഞ്ഞാലും ടാങ്കിൽ ചെറിയ ഒരു ഡിസൈൻ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ടാങ്ക് ചെറുതായ ഒരു ഫീലാണ് നമുക്ക് കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ ബാക്കിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സോസ്റ്റൊക്കെ സെയിം തന്നെയാണ്. ചെറിയ ഒരു വ്യത്യാസം പിന്നെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വേർഷൻ 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അല്ലാണ്ട് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടെയിൽ സെക്ഷനൊക്കെ ഓൾമോസ്റ്റ് വേർഷൻ 3 ആയിട്ട് ഭയങ്കര അധികം സിമിലറാണ്. വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം ആ ഒരു LED ടെയിൽ ലൈറ്റ്സും ബാക്കിലെ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ്. ടയർ ഹഗ്ഗർ ആയാലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ആ ഒരു ഇൻഡിക്കേറ്റർ ഹാലജൻ തന്നെയാണ് ഇപ്പോൾ വന്നേക്കണേ. നമ്മുടെ വേർഷൻ 1 തൊട്ട് കാണുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ്. അതും കൂടി ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ കുറച്ച് അടിപൊളിയായേനെ. പിന്നെ ബാക്കിൽ ഒരു അലൂമിനിയം സിങ്ങാമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് ജനറേഷനും സെയിം ഒരു അലൂമിനിയം സിങ്ങാമ തന്നെയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്ന ഒരു സിങ്ങാമിന് അവർ ഒരു സിൽവർ കളർ കോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേജറായിട്ട് ഇതിനകത്ത് വരുന്ന കുറച്ച് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ എൻജിൻ ഓൺ ആണെങ്കിൽ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് താഴത്തേക്ക് ഇട്ടേക്കണമെങ്കിൽ എൻജിൻ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. അത് ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് കൊടുത്തേക്കാണ്, വിച്ച് ഈസ് റിയലി ഗുഡ്. പിന്നെ മേജറായിട്ട് വന്ന സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ക്വിക്ക് ഷിഫ്റ്ററാണ്. അപ്പ് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം ഈ ഒരു വേരിയൻറ്റിൽ പുതിയതാണ്. അപ്പോൾ ഈ ഒരു ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 2 മോഡലുണ്ട്. R15ൻ്റെ തന്നെ ഒരു ബ്ലാക്കും പിന്നെ ഒരു റെഡും വരുന്നുണ്ട്. അപ്പോൾ ആ 2 വേരിയൻസിന് നമുക്ക് ഈ ഒരു ക്വിക്ക് ഷിഫ്റ്റർ വരുന്നില്ല. പക്ഷേ നമുക്കൊരു അഡീഷണൽ ഓപ്ഷനായിട്ട് നമുക്ക് വണ്ടിയിൽ നമുക്കത് വെക്കാൻ സാധിക്കുന്നതാണ്. യമഹ R15 വേർഷൻ 4ൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 815 mm ആണ് അതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം ഒരു റൈഡറിന് കയറിയിരുന്ന ഒരു 5'5" ഒക്കെ ഉള്ള ഒരു റൈഡറിന് ഈസി ആയിട്ട് കാലെത്തുന്നതാണ്. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5'8" ആണ്. എൻ്റെ 2 കാലും ഫുള്ളി പ്ലാന്റഡ് ആണ്. ഫുള്ളി കാല് അടിപൊളിയായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഒരു 5'5" ഒക്കെ ഉള്ള ആൾക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാലൊക്കെ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ 170 mm ആണ് ഈ വരുന്ന വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. നമ്മളൊരു ഹമ്പിലോ കുഴിയിലൊക്കെ ചാടുകയാണെങ്കിൽ വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഭയങ്കരമായിട്ടും ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ചും കൂടി വലിയ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഈ ഒരു വേർഷൻ 4ന് യമഹ കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറേയൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഇവിടെ ഒരു സ്വിച്ചസിലും കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ യൂഷ്വൽ സംഭവം തന്നെയാണ്. ആ ഒരു ഹൈ ബീം ലോ ബീം ഇൻഡിക്കേറ്റർ, പിന്നെ ഒരു ഹോൺ കൊടുത്തിട്ടുണ്ട്. ഹോണിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ
ഒരു ഡ്യുവൽ ഹോണാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അടിച്ച് കേൾപ്പിച്ച് തരാം. ഹോൺ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പും റണ്ണും സ്റ്റാർട്ടും ഉണ്ട്. ഇപ്പോൾ സ്റ്റോപ്പിൽ കിടക്കുന്നത്, റണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ എൻജിൻ ഓണാവും, സ്റ്റാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഓണാവും. സോ അതാണ് ബേസിക്കായിട്ട് ഇവിടെ വരുന്നത്. പിന്നെ തൊട്ട് താഴത്ത് തന്നെ നമ്മുടെ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്ത് കാണുന്ന സ്വിച്ചസാണ് നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മൊത്തത്തിൽ ആക്സസ് ചെയ്യാനുള്ള സ്വിച്ച്. നമുക്ക് നേരത്തേക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വന്നിട്ടായിരുന്നു നമ്മൾ അതിൻ്റെ ഒരു ആക്സസ് ചെയ്യാനുള്ള സ്വിച്ചസൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഹാൻഡിൽ ബാസിൽ തന്നെ ഈ ഒരു സ്വിച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കത് ടോഗിൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ തൊട്ട് മേളിൽ സ്ട്രീറ്റ് മോഡും ട്രാക്ക് മോഡും എന്ന് പറഞ്ഞ 2 ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ടോഗിൾ സ്വിച്ച് ഉപയോഗിച്ച് നമുക്കത് മാറ്റാൻ പറ്റും. പിന്നെ ഓഡോമീറ്റർ, ടാക്കോമീറ്റർ, ട്രിപ്പ് ഇൻഡിക്കേഷൻ, പിന്നെ നമ്മുടെ ഫ്യൂൽ ഗേജ് ഇൻഡിക്കേറ്റർ, പിന്നെ ടൈം, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ നോക്കിയപ്പോൾ ബാറ്ററിയുടെ ഇത് കാണിക്കുന്നുണ്ട്, പിന്നെ കൂൾ ആൻഡ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാക്ക് മോഡിലാണ് കിടക്കുന്നത്. അത് നമ്മൾ നെക്കി പിടിച്ചാൽ നേരെ സ്ട്രീറ്റ് മോഡിലോട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ലാപ്പ് ടൈമിങ്ങും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ട്രാക്ക് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആവറേജ് നമ്മുടെ ഫ്യൂൽ കൺസെപ്ഷൻ, ട്രിപ്പ് മീറ്റേഴ്സ്, പിന്നെ ടൈം, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പുതിയൊരു ഫീച്ചർ യമഹ ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത് യമഹ വൈ കണക്റ്റ് ആണ്. യമഹ കണക്റ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ, മെസ്സേജസ്, കോൾസ് എല്ലാം ഈ ഒരു ഡിസ്പ്ലേയിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് എന്തായാലും വണ്ടിയൊന്ന് ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വണ്ടിയിൽ നമ്മൾ ആദ്യം തന്നെ കയറി ഇരിക്കുമ്പോൾ തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. 142 കിലോഗ്രാമാണ് ഈ വണ്ടി. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഓടിച്ചപ്പോഴും അതേ വെറുതെ കയറി ഇരിക്കുമ്പോഴും ഭയങ്കരമായിട്ടും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാൻഡിൽ ബാർ ഒരു പൊടിക്ക് റേസ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പ്രീവിയസ് വേർഷൻ 3 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊടിക്ക് മേലോട്ട് റേസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാര്യമായ വലിയ ചേഞ്ച് ഇല്ല, എന്നാലും ആ ഒരു ചെറിയൊരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ടൊക്കെ അടിപൊളി കേട്ടോ, ഭയങ്കര സ്മൂത്തായിട്ടുള്ള സൗണ്ടാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ക്ലച്ചിനെ പറ്റിയാണ്. ക്ലച്ച് വരുന്ന സ്ലിപ്പർ ക്ലച്ചാണ്, അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ചാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഒരു വിരലുകൊണ്ട് വേണമെങ്കിൽ തന്നെ നമുക്ക് ക്ലച്ച് പിടിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു ക്ലച്ച് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ആ ഒരു ക്വിക്ക് ഷിഫ്റ്റർ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പുതിയ വണ്ടി ആയതുകൊണ്ട് ചെറുതായിട്ട് ഗിയറൊക്കെ കുറച്ച് ടൈറ്റൊക്കെയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ ഒരു ക്വിക്ക് ഷിഫ്റ്ററൊക്കെ അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയതായിട്ട് ഈ ഒരു വാഹനം വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലോട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. കുറച്ച് അധികം കിലോമീറ്റർ ഓടിച്ചാൽ മാത്രമേ ഈ ഒരു സീറ്റിംഗ് പൊസിഷനിലോട്ട് നമ്മളൊന്ന് അഡാപ്റ്റ് ആവുള്ളൂ. അതുവരെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. കാരണം ഒരു കംപ്ലീറ്റ്ലി ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. ഈ ഒരു വാഹനം എനിക്ക് തോന്നുന്നു ഒരു ട്രാക്കിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഒരു വിൻഷീൽഡൊക്കെ അടിപൊളിയായിട്ടോ. അതിൻ്റെ ഒരു ഡിസൈനൊക്കെ വന്നേക്കുന്നത് വളരെയധികം സ്പോർട്ടിയാണ്. പിന്നെ യമഹ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ദേ ആർ നോൺ ഫോർ ദെയർ എയറോഡൈനാമിക് ആ ഒരു വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളും. എയറോഡൈനാമിക് ആയിട്ടുള്ള ഭയങ്കര ഒരു ഡിസൈനാണ് അവർ യമഹ സീരീസിലെല്ലാ ഒരു സ്പോർട്സ് മോഡൽ ബൈക്കിനും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിനും അതുപോലെയൊക്കെ തന്നെയാണ്. ഭയങ്കര എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരു ടോപ്പ് ആൻഡ് സ്പീഡിലൊക്കെ നമുക്ക് വളരെയധികം എഫേർട്ട്ലെസ് ആയിട്ട് ഒരു ടോപ്പ് എൻഡൊക്കെ പിടിക്കാൻ പറ്റും. എന്തായാലും സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ് വരുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം പ്രീവിയസ് ജനറേഷനായ ഒരു വേർഷൻ 3 നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു അത്. പക്ഷേ നമുക്ക് പ്രീവിയസ് മോഡലിന് അത് ലഭ്യമായിരുന്നില്ല. പക്ഷേ ഈ ഒരു മോഡലിന് യമഹ അത് കൊണ്ടുവന്നിട്ടുണ്ട്. സസ്പെൻഷൻ അത്യാവശ്യം ഓൺ ദ സ്റ്റിഫർ സൈഡാണ്. കാരണം ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം ഓൺ ദ സ്റ്റിഫർ സൈഡാണ്. ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും ഓൺ ദ സ്റ്റിഫർ സൈഡാണ്. എന്നാലും നമ്മൾ കുഴിയൊക്കെ ചാടുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ഡ്രൈവ് തന്നെയാണ് വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ പറയേണ്ട ഒരു ആക്സിലറേഷൻ്റെ കാര്യമാണ്. അത്യാവശ്യം പവറൊക്കെ തരുന്ന എഞ്ചിൻ തന്നെയാണ്. 155 സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടീനെ വെട്ടിക്കാൻ വേറൊരു വണ്ടി ഇല്ലയെന്ന് തന്നെ പറയാം. ഒരു 18.4 PS പവറാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന്
ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്. ഒരു 7500 RPM-ലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ മോഡലിന് ഒരു 14.1 Nm ടോർക്കായിരുന്നു. അത് നമുക്കൊരു 8500 RPM-ലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു 1000 RPM മുന്നേ തന്നെ ആ ഒരു ടോർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം ആ ഒരു ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ ബ്രേക്കിംഗ് അത്യാവശ്യം പ്രോഗ്രസീവായിട്ടുള്ള ബ്രേക്കാണ്. കൂടുതലും ഫ്രണ്ട് ബ്രേക്കിന് അത്യാവശ്യം നല്ല രീതിയിൽ ബൈറ്റ് ഉണ്ട്. നമുക്ക് വേണ്ട ഒരു ബ്രേക്കൊക്കെ ഈ ഒരു വണ്ടി തരുന്നുണ്ട്. പിന്നെ ബാക്കിലായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് ഒക്കെ തന്നെയാണ്. ഈ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒരു MRF-ൻ്റെ ടയർ മാറ്റി കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും മെച്ചലേഴ്സോ അല്ലെങ്കിൽ പിരലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രിപ്പ് നമുക്ക് റോഡിൽ കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം ഹാപ്പിയാണ് ഞാൻ. ഹാൻഡ്ലിംഗ് ആയാലും ഭയങ്കര അടിപൊളി ഹാൻഡ്ലിംഗ് ആണ്. ഹാൻഡ്ലിങ്ങിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. കാരണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഹാൻഡ്ലിംഗ് ഫീലാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. കാരണം നമ്മളൊരു കർവൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേണൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടാണ് വണ്ടി നമുക്ക് കിടത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസും കിട്ടുന്നുണ്ട്. ഒരു 142 കിലോഗ്രാം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അലൂമിനിയം സ്വിങ്ങാമാണ് വരുന്നത്. അടിപൊളി KYBയുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിനെ നല്ല രീതിക്ക് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഒരു സീറ്റിംഗ് പൊസിഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഭയങ്കരമായിട്ടും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. കുറച്ച് സമയം എടുക്കും ഈ ഒരു പൊസിഷനിലോട്ട് ആപ്റ്റ് ചെയ്ത് വരാനായിട്ട്. പിന്നെ ഒരു സീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ സീറ്റ് ഓക്കെ സീറ്റാണ്. നമ്മുടെ ഒരു ഡ്രൈവേഴ്സ് സീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സീറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരമായിട്ടും കുഷിണ്ടൊന്നുമല്ല, എന്നാലും ഒരു ഓക്കെ സീറ്റാണ്. ബാക്കിലെ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ടുള്ള സീറ്റാണെന്ന് തന്നെ പറയണം. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ മാൻ ഡ്രിവൺ ബൈക്കാണ്. ഒരാൾക്ക് വേണ്ടി എന്താ പറയുക, ഒരാൾ ഓടിക്കുമ്പോൾ മാത്രമേ ആ ഒരു സുഖം നമുക്ക് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ഇപ്പോൾ വരുന്ന ഈ ഒരു വേരിയൻറ്റിന് VVA ടെക്നോളജി ഉണ്ട്, വേരിയബിൾ വാൽവ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 2 ഇൻടേക്ക് വാൽവ് ക്യാമോ വരുന്നുണ്ട്. അപ്പോൾ ഒരു വാൽവ് നമ്മുടെ 0 RPM തൊട്ട് ഒരു മിഡ് റേഞ്ച് RPM വരെയുള്ള ഒരു ടോർക്കിനും, സെക്കൻഡ് വാൾവ് നമ്മുടെ ഒരു ഹൈ എൻഡ് ടോർക്കിന് വേണ്ടി ഉള്ള ഒരു വാൾവാണ്. അപ്പോൾ ഈ 2 വാൾവ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പവർ ഡ്രോപ്പ് ഒട്ടും ഫീൽ ചെയ്യില്ല. ത്രൂ ഔട്ട് ദ റെവ് റേഞ്ച് നമുക്ക് ആ ഒരു പവർ ത്രൂ ഔട്ട് സെയിം ആയിട്ട് തന്നെ തോന്നും. ആ ഒരു ടോർക്ക് നമുക്ക് അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നത് വെച്ചാൽ ട്രാക്കിൽ തന്നെ കൊണ്ടുപോകണം. നമ്മൾ ട്രാക്കിൽ പോയാൽ ഈ ഒരു വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ പറയാം. പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിളാണെന്ന് തന്നെ പറയണം ഈ ഒരു വേർഷൻ 4. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 11 ലിറ്റേഴ്സാണ്. 11 ലിറ്റേഴ്സ് അതൊരു ചെറിയ പോരായ്മയായിട്ട് തോന്നുമെങ്കിലും ഈ വണ്ടിയിൽ കിട്ടുന്ന ഒരു മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 11 ലിറ്റേഴ്സ് കുറവായിട്ടൊട്ടും തോന്നുന്നില്ല. കാരണം ഈ ഒരു വാഹനത്തിന് എങ്ങനെ പോയാലും ഒരു 50 km/ലിറ്ററാണ് മൈലേജ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നേരത്തെ വേർഷൻ 3ക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു മൈലേജ് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു വണ്ടി അടിപൊളിയാണ്. 155cc വണ്ടിയാണ്, എന്നാൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മൈലേജ് തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ഒരു വണ്ടീനോട് ഭയങ്കര ഒരു ഇഷ്ടം തന്നെയാണ്. കാരണം നമുക്ക് അത്രയും ഫീച്ചേഴ്സും പവറും കാര്യങ്ങളും എല്ലാം ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മൈലേജ് ഫാക്ടറിനെയും ഒട്ടും കുറയ്ക്കാതെ തന്നെയാണ് യമഹ നമുക്ക് തന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ട്രൂലി ഹാപ്പി തന്നെയാണ്. പിന്നെ ഈ വണ്ടി തരുന്ന ഒരു ഫണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്. അത് നമ്മൾ ഒരു 7500 RPM കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിളാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് വളരെയധികം നല്ലൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഒരു ബിഗിനറിന് കിട്ടിയാൽ അടിപൊളിയായിട്ട് ഓടിച്ച് നടക്കാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഒരു ബിഗിനറിന് കിട്ടിയാൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും മോട്ടോർ സൈക്ലിംഗ് എന്താണ്, എങ്ങനെ ഓടിക്കണം, മോട്ടോർ സൈക്കിളിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ നെഗറ്റീവ് സൈഡൊന്നും എനിക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ തോന്നിയില്ല. ആകെ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കാര്യമാണ്. ഇൻഡിക്കേറ്റർ അവർ LED ആക്കിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ലുക്ക് വൈസ് ഈ ഒരു വണ്ടി അടിപൊളിയായേനെ എന്നെനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ബാക്കി നമ്മുടെ ആ ഒരു റൈഡിങ് പൊസിഷൻ എല്ലാവർക്കും ഈ ഒരു റൈഡിങ് പൊസിഷനിൽ ഹാപ്പി ആവണമെന്നില്ല. ഇങ്ങനത്തെ ഒരു സ്പോർട്സ് മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു വണ്ടി ഇഷ്ടമാകുള്ളൂ. അതുപോലെ തന്നെ പില്ലിയൻ്റെ ഒരു റൈഡിങ് കംഫോർട്ടും ചെറിയ രീതിയിൽ ബാധിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം ഷുവറാണ്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ തന്നെയാണ്. നമ്മുടെ വേർഷൻ 3 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലറാണ്.
നമ്മുടെ ആ ഒരു റൈഡിങ് ഫണ്ണും കാര്യങ്ങളൊക്കെ സിമിലറാണ്. പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്റർ, സ്ലിപ്പർ ക്ലച്ച്, പിന്നെ വലിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ആ ഒരു സേഫ്റ്റി ഫീച്ചർ, നമ്മുടെ സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ്, ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ എക്യുപ്ഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 5 കളർ സ്കീമിലാണ് ഈ ഒരു വാഹനം ഇറങ്ങുന്നത്. അപ്പോൾ ഏറ്റവും ബേസ് മോഡലായത് നമ്മുടെ യമഹ YCF R15 റെഡ് കളറാണ്. അപ്പോൾ ആ റെഡ് കളറിൻ്റെ പ്രൈസ് വരുന്നത് 2,06,000 രൂപയാണ്. ഓൾമോസ്റ്റ് 2,05,000 സംതിങ് ആണ്. ജസ്റ്റ് ഒരു അപ്രോക്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു 2,05,000 രൂപയാണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. പിന്നെ ഒരു ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റ് ഉണ്ട്, ഒരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 2,06,000 സംതിങ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ റേസിംഗ് ബ്ലൂ ഉണ്ട്. ആ ഒരു കളറിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,10,000 രൂപയും. പിന്നെ നമ്മുടെ R15 വേർഷൻ 4 M എഡിഷൻ, അതിന് വന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,16,000 രൂപയാണ്. പിന്നെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേർഷൻ എന്ന് പറഞ്ഞാൽ ഇത് മോൺസ്റ്റർ എനർജി വേരിയൻ്റാണ്. ഇതാണ് ഇവരുടെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 2,18,000 രൂപയാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ടോപ്പ് എൻഡായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ബേസ് മോഡലായിട്ടുള്ള 2 കളേഴ്സിന് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ അവൈലബിൾ അല്ല, പക്ഷേ ആസ് എൻ ആഡ് ഓൺ ഫീച്ചർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ആ ഒരു കളർ സ്കീമിൽ വരുന്ന ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആസ് എ റൈഡർ ഐ ആം റിയലി ഹാപ്പി അബൌട്ട് ദിസ് മോട്ടോർ സൈക്കിൾ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് കിട്ടുന്നത്. നമുക്ക് സിറ്റിയിലൂടെ ആയാലും ആ ഒരു ഹൈവേയിലൂടെ ആയാലും നല്ല ഫണ്ണ് തന്നെയായിരിക്കും. പിന്നെ അത്യാവശ്യം ഒരു ടോപ്പ് എൻഡൊക്കെ കയറുന്നൊരു വണ്ടിയാണ്. ഒരു 150 ഒക്കെ എങ്ങനെ പോയാലും ഈ ഒരു വണ്ടി ഈസി ആയിട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു R15 വേർഷൻ 4ൻ്റെ വിശേഷം. അടിപൊളി മോട്ടോർ സൈക്കിളാണ്. ഇത് വാങ്ങിക്കാൻ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഈ വണ്ടി തന്ന ഇന്റൽ യമഹയോട് ഭയങ്കര അധികം താങ്ക് യു ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്റൽ യമഹനെ കോൺടാക്ട് ചെയ്യുക. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴ്ത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഈസ് യുവർ എനിമി മച്ചൻ സൈനിങ് ഓഫ്. ബൈ.